ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇവരെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നേക്കാൾ ഉപരി നന്നായി അറിയുന്ന ഫാമിലിയാണ് നമ്മുടെ ബിജു ബ്രോന്റെ ഫാമിലി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ പുള്ളിക്കാരന് ഇത്രയും വീഡിയോസ്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നത്, ഇത്രയും വ്യൂസ് കിട്ടുന്നത് എന്നൊക്കെ. അപ്പോൾ ഇതിലൂടെ ഒരുപാട് പൈസയും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതെല്ലാം നമുക്ക് ചെയ്യണം എന്നൊരാഗ്രഹം നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അത് എന്തൊക്കെ രീതികളാണ് ഇതിൽ മെയിൻ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പുള്ളി ശ്രദ്ധിക്കാറുള്ളത് എന്നാണ് കേട്ടോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഇവരുടെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നതാണ്. അതായത് ഒരു ദിവസം ഒരു ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ്. അത് ഒരു കോംപ്രമൈസും ഇല്ല, അത് നിർബന്ധമായും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരിടുന്ന ഓരോ കണ്ടന്റും, അതായത് ഓരോ ഷോർട്സും, ഒരു മിനിറ്റുള്ള ഷോർട്സ് ആണെങ്കിൽ പോലും അതൊരു ഇമോഷണൽ കണക്ട് ഉള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിന്റെ ബാക്കിൽ ഉണ്ടാവും. അപ്പോൾ ഒരു കഥ പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ തരുന്ന ഒരു മിനിറ്റ് വീഡിയോസ് ആണ് എങ്കിൽ പോലും അവരത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. എപ്പോഴും ഇമോഷണലി ഒരു കണ്ടന്റ് കൊണ്ടുവരാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് അവരുടെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരൊരു വീഡിയോ ഇട്ടപ്പോൾ അവർക്ക് ഒരുപാട് വ്യൂസ് കിട്ടിയത്, ബില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയത് അവരുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ടോം ആൻഡ് ജെറി എന്ന് പറയുന്ന ഋത്വിക് ആൻഡ് കവി റിയൽ ആൻഡ് ട്വിസ്റ്റ്, ഇതാണ് അവരുടെ ഒരു ഷോർട്സിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. അതിൽ ഹാഷ്ടാഗ്സ് ഒന്നുമില്ല, ഷോർട്സ് എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈവൻ ദോ അതിൽ ഭയങ്കരമായിട്ട് അവർക്ക് വ്യൂസ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ബാക്കിയുള്ള എല്ലാത്തിനും കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സെയിം ടൈറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അപ്പോൾ നമ്മളുടെ വീഡിയോസ്, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏത് വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ആ വീഡിയോസിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ടൈറ്റിലുകളോ ഹാഷ്ടാഗുകളോ ഒക്കെ ആയിരിക്കാം കൂടുതൽ വർക്ക് ആവുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നാമത്തെ കൺസിസ്റ്റൻസി, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, മൂന്നാമത്തെ എന്ന് പറയുന്നത് ടൈറ്റില്, നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഇത്രയും, അതായത് വേൾഡ് റീച്ച് ആവാൻ പറ്റിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരതിൽ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നില്ല. അതായത് ഒരു മ്യൂസിക് മാത്രമേ ഉള്ളൂ, വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്ക് തരുന്നത്, അല്ലാതെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മീഡിയ ആണ് അവരുടെ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരിൽ കൂടെ ഈ വീഡിയോസ് എത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരുടെ ഒരു മേജർ ആയിട്ടുള്ള പാർട്ട്. ഇനി ഫൈനൽ 5ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് തംബ്നെയിൽ അവരെല്ലാ വീഡിയോയിലും ആഡ് ചെയ്യാറുണ്ട്. അത് നമുക്ക് മൈന്യൂട്ടായിട്ട് അവരുടെ വീഡിയോ എടുത്താൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ തംബ്നെയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആ വീഡിയോയിൽ എന്താണുള്ളത് അതായിരിക്കും അവർ തംബ്നെയിലായിട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പെട്ടെന്ന് തന്നെ റീച്ച് ആവാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.